ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ജോസ്. നമ്മൾ ഇപ്പോഴുള്ളതും യെലോസ്റ്റോണിലാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ കാഴ്ചകളിലേക്കാണ് ആദ്യമേ പോകുക. അതുമാത്രമല്ല കേട്ടോ, നല്ല ഇടിവെട്ട് വാട്ടർഫോളിൻ്റെ കാഴ്ചകൾ. യു എസിലുള്ള ഗ്രാൻഡ് കാനിയൻ പോലെ തന്നെ യെലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്തും യു എസിൻ്റെ ഒരു ഗ്രാൻഡ് കാനിയൻ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് അങ്ങനെ മനോഹരമായൊരു വ്ളോഗാണിന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റൂമുകളൊക്കെയാണ് ഈ യെലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്തുള്ള ഓൾഡ് ഫെയ്ത്ത്ഫുൾ ലോഡ്ജ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് താമസിച്ചുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങി കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനടുത്ത് നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നോക്കി ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടുത്തെ ലോഡ്ജ് എന്ന് പറയാം. അതിൻ്റെ അവിടെ ആയിട്ട് തന്നെ ഒരു ബൈസൺ ഇങ്ങനെ ആ ഒരു കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചകളാണ് ബൈസണൊക്കെ. ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഇവിടെ കുറേ അധികം ചെയർസ് ടേബിളൊക്കെ ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാം. ഇതൊരു സൂവനീർ ഷോപ്പ് ഏരിയയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് യെലോസ്റ്റോണിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ബൈസൻ്റെ തല. പിന്നെ ഇതാ യെലോസ്റ്റോണിൻ്റെ ഒരു ഐക്കോണിക് പിക്ചറൊക്കെയുള്ള ഒരു മാഗ്നറ്റിക് ഒരു സൂവനീർ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവഴി വെളിയിലേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ ആ ഒരു തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് അത് വരിക. എല്ലാ ഒരു മണിക്കൂർ ഇടവിട്ട് ഒരു കൃത്യസമയമുണ്ട്, അവരോട് എഴുതി വെക്കുക. ആ സമയത്താണ് ഇത് വരിക. അപ്പോൾ അടുത്ത് വരാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ ലോഡ്ജ്. നമുക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവർക്ക് ഈ ബാക്ക് സൈഡിലായിട്ട് കാണുന്നതും അവരുടെ ലോഡ്ജാണ്. അവിടെ ആയിട്ടുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് റൂമിനകത്തിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ ഇത് നോക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്തൊരു ഇറക്ഷന് വേണ്ടി. അപ്പം ഇതിൻ്റെ ഈ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത് വന്നിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യും, അല്ല ഇറക്ഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് പറയുക. അപ്പോൾ ഇതാ ഈ പുറകെ കാണുന്ന ഈ ഒരു വലിയ ജനാവലിയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പം സമയം ഇവിടെ 4 മണിയായിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇറക്ഷൻ വരിക. ആ ഒരു വൈറ്റ് കളർ മൗണ്ടൻ പോലത്തേക്കുമല്ലേ, അവിടെ നിന്നാണ് ഈ സംഭവം നമ്മൾ ഇങ്ങോട്ട് മുകളിലേക്ക് ഉയർന്നു വരും. അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ല എപ്പോഴും. ഇതാണ് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ഇറക്ഷൻ കാണാൻ പറ്റുന്നത്. അതിൻ്റെ നല്ല ഒരു വ്യൂ നിങ്ങളെ കാണിക്കാനുള്ള പ്രതീക്ഷ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ. പക്ഷെ അത് പ്രോപ്പറായിട്ട് ബ്ലാസ്റ്റ് ആവുന്നത് ഈ പറയുന്ന സമയങ്ങളിലാണ്. അവിടെ ആയിട്ട് ചെറുകെ വെള്ളമൊക്കെ ചിരി തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 4:10, 4:15 10 മിനിറ്റ് മുമ്പോ പുറകിലോ ആയിട്ടാണ് ഇത് സംഭവിക്കുക എന്ന് പറയാം. ഇവിടെ ജനലക്ഷങ്ങൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഏരിയയിലുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ചുറ്റുവട്ടത്തെ ലോഡ്ജിൻ്റെയൊക്കെ ഫ്രണ്ട്, ഈ സൈഡ് ഇവിടെയാണല്ലോ. ഇവിടെ മുതൽ അങ്ങേ അറ്റം വരെ ആ മലകളുടെ മണ്ടയിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അങ്ങ് ദൂരത്തായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ടോപ്പിലൊക്കെ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചെറിയതായിട്ട് അനക്കമൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ചുറ്റുമുള്ള മലകളിലൊക്കെ ഈ പുക വരുന്നുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു മലയുടെ മണ്ടലായിട്ട് നമുക്ക് കാണാമെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പുക വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ഇത് തന്നെയാണ് സംഭവം. അവിടെ നിന്ന് ഇങ്ങനെ പുക പൊങ്ങി വരുന്നുണ്ട്. ഏകദേശം സമയമൊക്കെ ആയി വരുന്നു. ഞാൻ നിങ്ങളെ ആ ഫസ്റ്റ് ആ ഒരു എറിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വിട്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക് കിട്ടുമോന്ന്. ഈ സൈഡിലുള്ള ഈ മലയിൽ പുകയൊക്കെ കൂടി വരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സമയമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, അവിടെ ഇപ്പം എറിഷൻ സ്റ്റാർട്ട് ചെയ്ത് ദൂരത്തായിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ കാണിക്കാൻ നിങ്ങളെ. ഇവിടെയാണ് ശരിക്കുള്ള ഓൾഡ് ഫെയ്ത്ത്ഫുൾ. പക്ഷേ അപ്പുറത്തൊരെണ്ണമുണ്ട്. അതും ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാണിക്കാൻ നിങ്ങളെ. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഇവിടെ വരുമെന്നാണ് തോന്നുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ എത്തി ഗൈസ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. വരുന്നു. ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ഒരു സ്വിങ്ങിലേക്ക് വരികയാണ് ഗൈസ്. നോക്കിയോ, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടിപ്പോൾ തുടങ്ങും. വരുന്നു. ഗായ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
കൊള്ളാം കൊള്ളാം കൊള്ളാം. Guys, look this. Oh my gosh, അങ്ങനെ കിണ്ണം കാച്ചി വ്യൂ ആണ്. കിണ്ണം കാച്ചി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇങ്ങനെ മാനത്തേക്ക് പറന്നു വരുന്ന ആ ഒരു വാട്ടർഫോൾ അല്ലേ. അവിടെ നോക്കിയേ എന്നാ ഭംഗിയാ. പൊളി പൊളി ഗൈസ്, പൊളി പൊളി. എന്ത് ഹൈറ്റാന്ന് നോക്കിയത്. അയ്യോ, അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലം കണ്ടോ ചൂട് കൊണ്ടുവരുന്ന നീരാവി, തിളച്ച വെള്ളമാണ് പൊങ്ങി വരുന്നത്. നോക്കെ ഒക്കെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം നോക്കിയിരുന്നത്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ, ആ ഫെയ്ത്ത് ഒന്നും കളയാതെ തന്നെ ഇതാ വീണ്ടും നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പൊളി 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 പൊളി. ആഹാ, ഇപ്പോൾ എത്തിയിരിക്കുന്ന ലോവർ കനൈൻ ഫോൾ ആണ്. ഇവിടെ ആയിട്ടാണ് പാർക്കിംഗ് ലോട്ട്. അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കിട്ടും ഒരു വ്യൂ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ കാണിക്കാമേ. ഈ ഒരു വാലിയുടെ ഒരു ദാമേളി നോക്കി, നമ്മുടെ ഗ്രാൻഡ് കനൈൻ പോലെ തന്നെയുള്ള ഇവിടുത്തെ ഒരു കനൈനാണിത്. അപ്പോൾ ഇതാ അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാൻ പറ്റും. ആ ദൂരത്തായിട്ട് കാണുന്ന സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ഇതിൻ്റെ വ്യൂ കാണണ്ടേ. ഇതിനിടയിൽ കൂടി ഒഴുകുന്ന ഒരു നദിയാണ്. ഇവിടെയാണ് നമുക്ക് ആ ഒരു ലോവർ ഫോൾ എന്ന് പറയുന്ന സംഭവം. ഇതിൻ്റെ താഴെയൊക്കെ ഭയങ്കര ഡീപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാ ഇവിടെ നോക്കി, ഇതിൻ്റെ താഴെയായിട്ടാണ് ആ വാട്ടർഫോൾ വരുന്നത്. അതിൻ്റെ ഭംഗി കാണാൻ നമ്മൾ അപ്പുറത്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. അതായത് കണ്ടോ, ഈ മലകൾക്കിടയിൽ കൂടാണ് ഇതിങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്നത്. ഇതാ ഈ ഒരു സ്പോട്ടിൽ ഇരുന്ന് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് റോക്കൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ കാഴ്ച ആസ്വദിക്കാൻ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സൗണ്ട് കേട്ടോ. അങ്ങനെ ആ തണുത്ത വെള്ളത്തിൻ്റെ ആ ഒരു കാറ്റ് ഇങ്ങനെ അടിച്ച് വരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാകുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ താഴേക്ക് വലിയൊരു കുഴിയാണ്. ഇതിൻ്റെ താഴേക്കാണ് വാട്ടർഫോൾ വന്നിരിക്കുന്നത്. ഈ മലനിരകൾക്കിടയിൽ കൂടെ അതിങ്ങനെ ഒഴുകി ഒഴുകി താഴോട്ട് പോവാണ്. നമുക്കിനി കുറച്ച് താഴേക്ക് പോയിട്ട് ആ ഒരു വ്യൂ പോയിന്റിൽ ചെന്നിട്ടുള്ള കാഴ്ചയുടെ നിങ്ങളെ കാണിക്കാം. ഇവിടെ നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് ആൾക്കാർ പോയി നിൽപ്പുണ്ട് ആ വാട്ടർഫോളിൻ്റെ ക്ലോസ് വ്യൂവിന് വേണ്ടി. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നത് കണ്ടോ, നമുക്ക് ആ വാട്ടർഫോളിൻ്റെ അടുത്ത് വരെ പോയി നിൽക്കാൻ പറ്റും. നല്ല കാറ്റാ കേട്ടോ, കാറ്റിങ്ങനെ അടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ കാറ്റാണ്. നമുക്ക് താഴോട്ട് പോവാം. ബോർഡുണ്ട് ഇവിടെ. ഏകദേശം നമുക്ക് ദൂരമൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. വഴി ഇങ്ങനെ നല്ല ഇറക്കവും കയറ്റമൊക്കെ കേട്ടോ. കയറി വരുമ്പോൾ ആൾക്കാരൊക്കെ കാണിച്ചാൽ വരുന്നത്. താഴോട്ട് ഇറങ്ങി പോകാൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതുവഴി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശമൊക്കെ ഒരു അടുത്തുള്ള കാഴ്ച കാണാൻ പറ്റും. ഈ കല്ലിൻ്റെ ഇവിടുന്ന് താഴോട്ട് വലിയൊരു കുഴിയാണ്.
നമ്മൾ ഇമാതിരി കുഴിയാണ്. ഇതിൻ്റെ ദൂരത്തായിട്ട് കാണുന്ന ആ പോയിന്റിലാണ് നമ്മൾ വന്നിട്ട് ഈ വ്യൂ കാണാൻ താഴോട്ടിറങ്ങി പോകുന്നത്. കുറേയധികം സ്റ്റെപ്സ് ഉണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് ഈ ഗ്രാൻഡ് കനാലിൻ്റെ ഒരു മനോഹര കാഴ്ച കിട്ടുന്നുണ്ട്. കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാണ് ഗൈസ്. നല്ല കുഴിയാണ് താഴോട്ട്. ഇങ്ങനെ ഈ പാറക്കെട്ടുകളുടെ പാറയൊന്നുമല്ല, ഇതൊക്കെ ശരിക്കും ചെങ്കല്ല് പോലത്തെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യൂ. ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല കിടൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ പാറയുടെ അപ്പുറത്ത് ചെന്നിട്ട് ഇനി കാഴ്ചകൾ കാണാം. നമ്മൾ നടന്ന് ലുക്ക് ഔട്ട് പോയിന്റിലെത്തി. ഇവിടെ നിന്നുള്ളൊരു മാസ്മരിക കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന. എന്താന്നല്ലേ, ഇതൊന്നും അല്ല. ലുക്ക് ഗൈസ്, പോളി വ്യൂ. ഇങ്ങനെ കുത്തി ഒഴുകി വരുന്ന ലോവർ ഫോൾ. നമ്മൾ രഞ്ജിനിയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട്. പൊളിയല്ലേ, നോക്കിയേ, എന്നാ രസമല്ലേ. ആഹാ, അടുത്തൊരു പോയിന്റ് കണ്ടത് ഇതാണ്, ദ ഫോഴ്സ് ഓഫ് വാട്ടർ. നമ്മൾ ഈ കണ്ട ഗ്രാൻഡ് കനാലിൻ്റെ മറ്റൊരു രൂപമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 12,000 years ആണ് ഇത് ഫോം ചെയ്ത് വന്നേക്കുന്നത് പറയുന്നത്. അതിന് മുമ്പ് പറയുന്നത് ഇതുണ്ടോ, 6,40,000 years ago ആണ് ഇതിൻ്റെ ഫോമിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രമാത്രം പഴക്കമുള്ള, അതൊക്കെയെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, അവർ അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പറയുന്ന ഈ ഒരു പോയിന്റാണ് അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ വാട്ടർ വരുന്നത്. ഈ ഒരു പോയിന്റ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ വണ്ടി വരുന്നൊരു ബ്ലൂബെറി സ്നാക്ക് ഒക്കെ കഴിച്ചിങ്ങനെ വരുമായിരുന്നു. അന്നേരമായ സംഭവം. എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഈ കാഴ്ചകളിലേക്ക് അങ്ങ് പോവാം. ഇതാ അവിടെ ആയിട്ട് കണ്ടോ, അതാണ് ഫോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു പോയിന്റ്. നല്ല വ്യൂ ആട്ടോ. ഈ മല ഈ കിണറിൻ്റെ ഇടയിൽ കൂടി ഇതിങ്ങനെ ഒഴുകി പോകണം, ഈ മലകളുടെ ഇടയിൽ കൂടെ. ഈ സൈഡിലൊക്കെ ഉണ്ടോ, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഫോം ചെയ്ത് വന്നേക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴും അതൊക്കെ ഒരു മണ്ണൊക്കെ ഉണ്ട്. അവിടെ ഒരു കാടോ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ കിളികളൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് താഴേക്ക് വരുന്ന വ്യൂ. ഈ പോയിന്റിന് അവരിട്ടിരിക്കുന്ന പേര് ഇൻസ്പിറേഷൻ പോയിന്റ് ആണ്. നമ്മളിപ്പോൾ ഇതാ അതിനകത്ത് കാണാൻ പറ്റും. മിഡ് ഓവർലുക്ക്, ലോവർ ഓവർലുക്ക് ഒക്കെ കണ്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി ഈ കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ കണ്ട വാട്ടർഫോളൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. ഇതാ മേളിലായിട്ട് നോക്കിയ ആ മലകളുടെയൊക്കെ കിണ്ണം വ്യൂ. ഇതാ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാ അവിടെ ആയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ അതിൻ്റെ മറ്റൊരു വ്യൂ ആണ്. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങ് ദൂരത്തായിട്ട് നമ്മൾ കണ്ട വാട്ടർഫോൾ അവിടെ, അതിങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഈ മലനിരകൾക്കൂടെ ഇങ്ങനെ ഇതുവഴി വന്ന് ഇങ്ങനെ പോവാണ്. പക്ഷെ നമ്മുടെ ആ ഗ്രാൻഡ് കനാൽ പോലൊക്കെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് അവിടെ ആയിട്ടുണ്ട്.
അവിടെ നമുക്ക് നടന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചയും കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ സൈഡ് ഈ കനാലിൻ്റെ പല പല വ്യൂ ആണ് അവർ തന്നിരിക്കുന്നത്. താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോം. താഴെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വേറൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടെ ആയിട്ടൊരു ക്ലിഫ് പോലൊരു സംഭവം ഉണ്ട്. അവിടെ താഴ്വശത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. കഴിഞ്ഞാൽ നേരെ താഴോട്ടാണ്, വലിയ കുഴിയാണ് അവിടെ നിന്ന് താഴോട്ടുള്ളത്. ഇതാണ് ഇവിടെ ആ സൾഫറിൻ്റെ ആ ഒരു മണം വരുന്നുണ്ട്. എവിടെ നിന്നാണെന്നറിയില്ല, ആ സൾഫർ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയും കാണുമായിരിക്കും വോൾക്കാനൊക്കെയും തോന്നുന്നു. ഇതാ ഇങ്ങനെ ദൂരത്തേക്ക് അതൊഴുകി പോവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പകുതി കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതിപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനെയും സൂം ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ആ കാഴ്ച നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരു വൈഡ് ഫ്രെയിമിൽ കാണുന്ന ഒരു പിക്ചർ പോലെയാണ്, ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ അടുത്ത് വന്ന് ഈ ബൈനോക്കുലറൊക്കെ ആയിട്ട് കുറച്ചുകൂടെ നല്ലതാണ്, സൂക്ഷ്മമായിട്ട് നമുക്ക് കാഴ്ച കാണാം. അല്ലെങ്കിൽ നല്ല ലെൻസൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്താൽ കാണാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ആ ഒരു ഭംഗി മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ വൈഡ് വ്യൂ കാണും, പക്ഷേ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്, അത് കാണാനാണ് ഭംഗി. എന്തായാലും നമുക്ക് ആസ്വാദനം ഇങ്ങനെ തുടരാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. വാവ് ഗായ്സ്, നമുക്ക് ആ ഫോളിൻ്റെ കുറച്ച് താഴെ വെള്ളം വീണതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത്. ഒരു വലിയൊരു ഫോളോ കണ്ടോ, എത്രമാത്രം വെള്ളമാണ് ഇതിനകത്തോട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും ഈ ഫോളിൻ്റെ ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം വെള്ളം പമ്പ് ചെയ്ത് വരിക എന്നുള്ളത്. ഇതിൻ്റെ താഴെയായിട്ടൊരു ലുക്ക് പോയിന്റ് ഉണ്ട്, അവിടെ കൂടെ പോയി കാണാം. കുത്തി ഒഴുകി വരുന്ന മേളിൽ നിന്ന് വരുന്ന ഫോൾ വാട്ടറാണ്. അതിങ്ങനെ അതുവഴി വന്ന് ഇതുവഴി ഇങ്ങനെ വന്ന് താഴേക്ക് പോവാണ്. ഓ മൈ ഗോഷ്, ഇത് കണ്ടോ, ഈ വെള്ളത്തിന്റെ ശക്തി നമ്മളെ ഇവിടുന്ന് പറത്തിക്കൊണ്ട് പോകും ഗൈസ്. ഇവിടെ വന്നൊരു ടേൺ വന്നു, ഇവിടെ വന്നു, ഇവിടേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ വാട്ടർഫോൾ നമ്മൾ ശരിക്കുള്ള അതിന്റെ പവർ മനസ്സിലാകുന്നത്. അമ്മാതിരി ഫീൽ ആട്ടോ. ഓ, ഇവിടെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മളെ അടിച്ചുകൊണ്ട് പോകും. അങ്ങോട്ട് പോയിക്കേ, ആ പാഞ്ഞു വരുന്ന വെള്ളമാണ്. പിന്നെ മേളീന്ന് വന്ന് ഇവിടെ വന്നൊരു ടേണാണ്. ആ ടേൺ കഴിഞ്ഞിട്ട് ഇവിടോട്ട് ഫുൾ പവറിലേക്ക് അങ്ങ് വരികയാണ്. ഇതുകൊണ്ട് നേരെ ഇവിടെ താഴേക്ക് പോവാണ്. ലുക്ക് ദിസ്, മൈ ഗോഡ് ഗൈസ്, ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞു പോവാണ്. അങ്ങോട്ട് നോക്കിയേ. ഓ, എന്ത് ഫോഴ്സിലാന്നറിയോ വെള്ളം പോന്നെ, നമുക്കൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. അതുപോലെ അത്രയ്ക്ക് പവറായത്. നേരെ അവിടുന്ന് വരുന്ന വെള്ളം ഇവിടെ വന്നു, നേരെ ഇതുവഴി താഴെ കുത്തി ഇറങ്ങി അങ്ങ് പോവാണ്. താഴോട്ട് കുത്തി ഇറങ്ങി പോകുന്നുണ്ടോ. നമുക്കൊരു റെയിൻബോയും കിട്ടുന്നുണ്ട് കേട്ടോ. വാട്ടർഫോളിന്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പാർക്കിലോട്ട് എത്തിയപ്പോൾ ഇവിടെ ഒരു ഗ്രിസ്ലി ബെയർ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. അതിങ്ങനെ ഇവിടെ പുല്ലൊക്കെ തിന്നിങ്ങനെ നടക്കുകയാണ്. നിറച്ചു ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ മുന്നിൽ കൂടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പാഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അതിനെ ഫോളോ ചെയ്ത് നമ്മളും ഇങ്ങനെ പുറകെ ഉണ്ട്. ഇവിടെ ഒരു കുന്നിൻ്റെ ചരുവിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അമ്മക്കരടി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത് എവിടോട്ടോ പോയി. ഇതിനെ മാത്രമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതുകൊണ്ട് കുത്തായ ഈ ചരിവുകളിലൊക്കെ നിന്ന് അതിങ്ങനെ പുല്ല് തിന്നുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. അതിങ്ങനെ ആ തണലത്തും അതേപോലെ തന്നെ വെയിലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അത് നടപ്പുണ്ട്. നല്ല രസകരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് ഇത്ര അടുത്ത് കാണുക, അല്ലെങ്കിൽ സാധാരണ ഇത് ഓടിപ്പോവുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ. പക്ഷെ ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. കുഞ്ഞായുണ്ടാകും തോന്നുന്നു, അറിയില്ല. ഈ പുല്ലും പൂവും ഒക്കെ അത് തിന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ അടുത്ത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് അതിൻ്റെ കൂടെ നിന്നൊരു സെൽഫി ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു. അപ്പോൾ ശരിക്കും ഇതിനെയൊക്കെ നമ്മൾ ഒത്തിരി അടുത്ത് പോകരുത്, 50 മീറ്റർ എവയൊക്കെ നിൽക്കണമെന്നാണ്. അപ്പോൾ അത് വീണ്ടും നടന്ന് നമ്മളുടെ സൈഡ് വഴി വന്ന് ഈ പാർക്കിംഗ് ലോട്ടിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പം നല്ല രസമുള്ളൊരു കാഴ്ചയല്ലേ. നമ്മൾ അവിടുന്ന് മുന്നോട്ട് കുറച്ചെത്തേ ഉള്ളൂ. അപ്പോൾ ഇതാ റോഡ് സൈഡിൽ വീണ്ടും കരടികൾ. ഇതാ ഗായ്സ്, നമ്മൾ അടുത്ത കരടിക്കൂട്ടനെ കിട്ടിയിരിക്കുകയാണ്. ഇതാക്കണ്ടോ, അവനിങ്ങനെ മന്ദം നടന്നു വരികയാണ്, പുല്ലൊക്കെ മേഞ്ഞ്. അപ്പോൾ അങ്ങനെ 2 കരടികൾ ഒന്നിച്ചാണ് നമ്മൾ കിട്ടുന്നത്. ഇതാക്കണ്ടോ, ഇതാ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. പൊളിയല്ലേ. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഇത് കണ്ടോ, ഇതാണ് കരടികൾ നടന്ന് ഇങ്ങനെ ഒരു പോവാണ്. മറ്റേ കരടി ഉണ്ട് അപ്പുറത്തായിട്ട്, കണ്ടോ, കൊള്ളാല്ലേ. അതിങ്ങനെ തണലത്തോടെ ഇങ്ങനെ പോവാം. പൊളി. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ യെലോസ്റ്റോണിൻ്റെ തന്നെ മാമത്തോൺ, അതേപോലെ തന്നെ മൃഗങ്ങളുടെ പരദീസയായ യെലോസ്റ്റോണിൻ്റെ ടാമർ വാലി മനോഹരമായ ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.